അല്പസമയത്തിനകം തന്നെ അവർ അവിടെ നിന്നും കടന്നുപോകും. എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളോ പ്രതിഷേധങ്ങളോ ഇപ്പോൾ നിലയ്ക്കലിലുണ്ടോ? ബോഡിമെട്ട് വഴി ആണ് അവരെ കൊണ്ടുവന്നത്. എങ്ങനെ കൊണ്ടുവന്നോ അതേപോലെ തന്നെ സുരക്ഷ ഒരുക്കി തിരികെ വിടാനാണോ പോലീസിന്റെ തീരുമാനം? ശിവപ്രിയ, ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണുന്നത് പോലെ വളരെ വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് നിലയ്ക്കലിൽ പോലീസ് ഇവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത്. 2 SP-മാരാണ് ഈ നിലയ്ക്കലിൽ സ്പെഷ്യൽ ഓഫീസർമാരായി രാഹുൽ ആർ നായരും അതോടൊപ്പം തന്നെ ജോൺ കുട്ടിയും 2 പേരുടെയും നേതൃത്വത്തിൽ. അതോടൊപ്പം തന്നെ ഇവിടെ ഈ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് നിലയ്ക്കൽ തഹസിൽദാർ സുശീലയും ഇവിടെയുണ്ട്. അതിനോടൊപ്പം തന്നെ വിവിധ ഉയർന്ന തസ്തികയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് DYSP-മാരുണ്ട്, CI-മാരുണ്ട്, വിവിധ ബറ്റാലിയനുകളുടെ റിസർവ് ബറ്റാലിയനുകളിലുള്ള പോലീസുകാരുണ്ട്. അങ്ങനെ വനിതാ പോലീസ് അടക്കം ഈ റോഡിൻ്റെ 2 വശങ്ങളിലും ഇവരെ അണിനിരത്തിക്കൊണ്ട് വളരെ കാര്യക്ഷമമായ സുരക്ഷയാണ് ഇവരെ തിരികെ കൊണ്ടുപോകുന്നതിലേക്ക് പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഏത് തരത്തിലാണോ ഇവരെ കൊണ്ടുവന്നത് ആ ഒരു തരത്തിൽ പഴുതടച്ച സുരക്ഷയുമായി ഇവരെ തിരിച്ചയക്കുക എന്നുള്ളൊരു മാർഗത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. അങ്ങനെ രാവിലെയൊക്കെ പോലീസ് സ്വീകരിച്ചിരുന്ന വിവിധ വാഹനങ്ങളുടെ എസ്കോർട്ടോടുകൂടി ഈ നിലയ്ക്കലിൽ തന്നെ 2 എസ്കോർട്ട് വാഹനങ്ങൾ പോലീസ് സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത്. മാത്രവുമല്ല, ഒരു പ്രത്യേക രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ നേരിടുന്നതിന് വേണ്ടി ഈ തരത്തിലുള്ള പോലീസ് സുരക്ഷയും തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. കാര്യമായി രാവിലെ ഇവർ നിലയ്ക്കൽ വഴി പാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൊന്നും ഈ പ്രതിഷേധക്കാരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, മറ്റൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും കഴിഞ്ഞ ചിത്രയാട്ട വിശേഷ പൂജാ സമയത്തും അതോടൊപ്പം തന്നെ തുലാമാസ പൂജാ സമയത്തും 2 സമയത്തും വളരെ വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ നിലയ്ക്കൽ എന്ന് പറയുന്നത്. അത് പക്ഷേ ഇത്തവണ ഈ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ ഇവിടെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കോ അല്ലെങ്കിൽ ആളുകളുടെ ഒരു കൂട്ടം കൂടലിനോ സംഘം ചേരലിനോ ഇവിടെ ഇല്ല. പ്രത്യേകിച്ച് നിരോധനാജ്ഞ ലംഘനം ഉൾപ്പെടെയുള്ള പല സമയത്തുള്ള BJP-യുടെയും സംഘപരിവാറിൻ്റെയും പ്രതിഷേധക്കാരുടെയും ഒക്കെ പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്ഥലം കൂടിയാണ് നിലയ്ക്കൽ. പക്ഷേ ഇന്ന് ഇത്തരത്തിൽ ഈ പ്രതിഷേധക്കാരെ നേരിടുന്നതിന് വേണ്ടി നിലയ്ക്കലിൽ ഈ തീർത്ഥാടകരെ മനിതി സംഘത്തെ നേരിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരെ തടയുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രതിഷേധക്കാരോ അല്ലെങ്കിൽ മറ്റു സമരക്കാരോ ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ സുപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഇവിടെ നിന്ന് കടത്തിവിടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മറ്റു മാർഗ തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ സുരക്ഷാ പാളിച്ചകളോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പോലീസ് വളരെ വലിയ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. രാഹുൽ ആർ നായർ സ്പെഷ്യൽ ഓഫീസർ അതോടൊപ്പം തന്നെ ജോൺകുട്ടി ഇവരുടെ നേതൃത്വത്തിൽ വിവിധ DYSP-മാരുടെ നേതൃത്വത്തിൽ വളരെ വലിയ സുരക്ഷയാണ് പോലീസ് ഇപ്പോൾ നിലയ്ക്കലിൽ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ മല ചവിട്ടുന്നതിന് വേണ്ടി ദർശനം നടത്തുന്നതിന് വേണ്ടി പുലർച്ചെ എത്തുന്ന ഒരു സാഹചര്യത്തിലും ഈ തരത്തിലുള്ള വളരെ വലിയ ബന്ദോബസ്തായിരുന്നു ഇവിടെ നിലയ്ക്കലിൽ പോലീസ് ഏർപ്പെടുത്തിയിരുന്നത്. അതേ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ഇവിടെ നിലയ്ക്കലിൽ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധങ്ങളുണ്ടായാൽ കൃത്യമായി പോലീസ് നേരിടും. അതോടൊപ്പം തന്നെ ഈ പമ്പയിൽ നിന്ന് തിരിച്ച് നിലയ്ക്കലിലേക്ക് വരുന്ന ഒരു പാത ഇവിടെ നിന്ന് നിലയ്ക്കലിലുള്ള പോലീസ് സംഘമായിരിക്കും എസ്കോർട്ട് പോകുക. അങ്ങനെ നേരത്തെ ബിനുൽ സാബു സൂചിപ്പിച്ചതുപോലെ കോട്ടയത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ട്രെയിൻ കയറ്റാനാണ് പോലീസിന്റെ തീരുമാനമെങ്കിൽ ആ ഒരു തരത്തിൽ അവിടെ വരെ ഇവരെ അനുഗമിക്കുന്ന തരത്തിൽ, പ്രത്യേകിച്ച് രാവിലെയൊക്കെ 6ഓളം വാഹനങ്ങളുടെ സംഘം ശബരിമല സന്ദർശിക്കില്ല. സുരക്ഷാ പ്രശ്നമുണ്ട് എന്ന പോലീസ് നിലപാട് അംഗീകരിച്ചാണ് പിന്മാറ്റം. സുരക്ഷയ്ക്കായി കോടതിയെ സമീപിക്കുമെന്ന് വനിതാ അംഗങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസ് തങ്ങളെ നിർബന്ധിച്ച് തിരിച്ചയച്ചതാണെന്ന് സംഘടനാ നേതാവ് സെൽവിയും പ്രതികരിച്ചിട്ടുണ്ട്. സംഘം തിരികെ മധുരയിലേക്ക് തന്നെ മടങ്ങും. ആവശ്യമുള്ള സ്ഥലം വരെ സുരക്ഷയൊരുക്കാനാണ് പോലീസിന്റെയും തീരുമാനം. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം വനിതാ സംഘവുമായി മല കയറാൻ ശ്രമിച്ച പോലീസ് നീക്കം പാളുകയായിരുന്നു. 10 മീറ്റർ മുന്നോട്ട് പോയ വനിതാ സംഘത്തിന് നേരെ അക്രമകാരികൾ അടുത്തു വരികയായിരുന്നു. വനിതാ സംഘാംഗങ്ങൾ ജീവനും കൊണ്ട് തിരിച്ചോടി. പോലീസ് യുവതികളെ ഉടൻ വാഹനത്തിലേക്ക് മാറ്റിയിരുന്നു. തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് തമിഴ്നാട്ടിലേക്ക് മടങ്ങാൻ ഇവർ തീരുമാനിച്ചത്. മുജ്തബയും ബിനുൽ സാബുവുമാണ് വിവരങ്ങൾ നൽകിയത്.